ഹജ്ജ് ചട്ടങ്ങൾ ലംഘിച്ചതിന് സൗദി അറേബ്യയിൽ 20,000-ഓളം പേർക്ക് പിഴ ചുമത്തി. സന്ദർശക വിസയിൽ എത്തിയവർക്കാണ് പിഴ ചുമത്തിയത്. പിടിയിലായവരിൽ മലയാളികളും ഉൾപ്പെട്ടതായാണ് സൂചന. അനധികൃതമായി ഹജ്ജ് ചെയ്യുവാൻ ശ്രമിക്കുന്നവർക്കെതിരെ സൗദി അറേബ്യയുടെ പബ്ലിക് സെക്യൂരിറ്റി വിഭാഗം വീണ്ടും മുന്നറിയിപ്പ് നൽകി. ഏത് തരത്തിലുള്ള വിസിറ്റിംഗ് വിസയിലുള്ളവരെയും ഹജ്ജ് നിർവഹിക്കുന്നതിൽ പങ്കെടുക്കുവാൻ അനുവദിക്കില്ലെന്ന് അധികൃതർ വീണ്ടും മുന്നറിയിപ്പ് നൽകി. ഹജ്ജ് ചട്ടങ്ങൾ ലംഘിച്ചതിന് 20,000-ഓളം സന്ദർശക വിസയിലുള്ളവർക്കെതിരെ പിഴ അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മെയ് 23 മുതൽ ജൂൺ 21 വരെയാണ് സന്ദർശക വിസയിലുള്ളവർ മക്കയിലേക്ക് പോകുകയോ അവിടെ തുടരുകയോ ചെയ്യരുതെന്ന് പൊതുസുരക്ഷാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അനുമതിയുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് ഹജ്ജിന്റെ മതപരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും അവരുടെ സൗകര്യങ്ങളും സുരക്ഷയും കണക്കിലെടുത്താണ് നിയന്ത്രണങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇതിനിടെ മക്കയിൽ ജോലിയിലുള്ള തങ്ങളുടെ ബന്ധുക്കളുടെ കൂടെ കഴിയുന്ന സന്ദർശക വിസയിലെത്തിയ മലയാളികൾ അധികൃതരുടെ പിടിയിലായതായി അനൗദ്യോഗിക വാർത്തയുണ്ട്. മക്കയിൽ ജോലിയിലുള്ള മലയാളികളുടെ ഉത്തരവാദിത്വത്തിൽ സന്ദർശക വിസയിലെത്തിയവരാണ് പിടിയിലായത്. പള്ളിയിൽ നിസ്കരിക്കുവാൻ പോകുവാനായി താമസ സ്ഥലത്ത് നിന്നും പുറത്തിറങ്ങിയപ്പോഴാണ് സന്ദർശക വിസയിലുള്ളവർ പിടിയിലായതെന്നാണ് വിവരം. ജാഫർ അലി പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, മക്ക.